2026 മെയ് 26 ഞങ്ങളിന്നിപ്പോൾ കസിൻ്റെ വീട്ടിലാണുള്ളത്. ഞങ്ങൾ അമേരിക്കയിൽ വന്നിട്ടിപ്പം 4 ദിവസമായി. ഹ്യൂസ്റ്റണിലാണ് വന്നിറങ്ങിയത്. ടെക്സാസ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ് ഈ ഹ്യൂസ്റ്റണിൽ നിന്നും ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഷുഗർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. ലോണിൻ്റെ കാഴ്ചകളാണ്. നല്ല ഡിസൈൻ ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. പ്ലാൻഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണിത്. നല്ല ചെടികളൊക്കെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അവരുടെ വീടിൻ്റെ. അപ്പുറത്തൊക്കെ ഒരേ ഡിസൈനിലാണ് കിടക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. വോളിബോൾ കളിക്കാനുള്ള സംവിധാനം ചെറുതായിട്ട് നൈസ്ലി ഡെക്കറേറ്റഡ്. ഫോട്ടോ ഒക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. ഇത് പുറത്തേക്കുള്ള ഒരു കാഴ്ച. ഒരു ഡൈനിങ് ടേബിളും കൂടെ ഉണ്ട്. 2 ഡൈനിങ് ടേബിളാണ്. ഇത് ബാക്ക് യാർഡ്. പ്ലമ്മാണ് കാച്ചി കിടക്കുന്നത്. കുറേ ഉണ്ടായിരുന്നു, അവർ പറിച്ചു വെച്ചതാണ്. അതിന് നല്ല മധുരവും ജ്യൂസിയുമാണ്. അത് ഓറഞ്ച് ചെടിയാണ്. അതിന് താഴെ നിൽക്കുന്ന ചീനി, കപ്പ, ഓറഞ്ച് ചെടി. വേറെ എന്താ പേര് പറഞ്ഞു? പെഴ്സിയറോ? എനിക്ക് പേര് മനസ്സിലായില്ല. കപ്പ ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട്. കറിവേപ്പില, പയറ് നട്ടുപിടിപ്പിച്ചേക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ പീച്ച് പോലത്തെ, പീച്ചല്ല, എന്താ അതിന് പേര് പറഞ്ഞു മറന്നുപോയി. പാവയ്ക്ക കാച്ചി കിടക്കുന്നുണ്ട്. ബീൻസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കൂടെ ബീൻസ് ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. അത് പീച്ചാണത്. പീച്ചിനൊരു പുളിയാണ്. നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. പുളിയും ചെറു മധുരവും കൂടെ കൂടി. ഇച്ചിരി പഴുക്കാനുണ്ടത്. അത് പഴുത്തിട്ടില്ല. കാന്താരി മുളക് നട്ടുപിടിപ്പിച്ചേക്കണം. അത് ചീനി. ഇത്രയും വലിയ കാന്താരി. ഉള്ളി, മുളക് ചെടി, വഴുതനങ്ങ 3 ഉണ്ടായിട്ടുണ്ട്. പൂ കൊത്തിയിട്ടുമുണ്ട് നന്നായിട്ട്. അത് ഫിഗ്, അത്തിച്ചെടിയാണ്. പൂവൊന്നും അങ്ങനെ ഉണ്ടായി കാണുന്നില്ല. ഡയറക്റ്റ് കായായിട്ടാണ് ഉണ്ടാകുന്നത്. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. പൂവൊന്നും കാണുന്നില്ല, പക്ഷെ കായ ഉണ്ടായി. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഇല കാരണം കാണുന്നില്ല. അത്തിപ്പഴം ഞാൻ കഴിച്ചിട്ടില്ല. എന്താ ടേസ്റ്റ് ഒന്നും അറിയില്ല. അത് കാണുന്നുണ്ടോ? ആ കാച്ചി കിടക്കുന്നത്. വേറെ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ലാത്തതുകൊണ്ട്. അത് നല്ല ജ്യൂസിയാണ്, നല്ല മധുരമുണ്ട്. പീച്ച് പക്ഷെ പുളിയാണ്. അത് പീച്ച ഉണ്ടോ? നല്ല ടേസ്റ്റിയാണ്. ഈ ബാക്ക് യാർഡിൽ അവർ ഈ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ് ഉണ്ട്. ഉണ്ടോ? മൊത്തത്തിൽ ബാക്ക് യാർഡിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുണ്ട്. ഇത് അവിടെ നിന്ന് അതിനകത്തുനിന്ന് പറിച്ച പഴങ്ങളാണ്. റോക്കി പുള്ളി മയങ്ങ അനങ്ങാതെ കിടക്കുക. പുള്ളി വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളെ ഒന്ന് മണത്ത് നോക്കും ആദ്യം. അകം കാഴ്ചകളാണ്. മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ, നല്ല ഡിസൈനാണ് ഇവർ. പക്ഷെ ഇവിടെ കോൺക്രീറ്റും കൊണ്ടല്ലെന്ന് തോന്നുന്നു. തടിയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ട്രീറ്റഡ് വുഡാണ്. അങ്ങനെ ചെതലൊന്നും കയറില്ല. നമ്മുടെ നാട്ടിൽ മൊത്തം കോൺക്രീറ്റും തടി അതുപോലെയാണ്. ഒരു ഡൈനിങ് ടേബിളും കൂടെ 2 ഉണ്ട്. വൈഫ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പുള്ളി ആ ഒച്ച കേട്ടുകൊണ്ട് എഴുന്നേറ്റു.
പുള്ളിക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ പുള്ളി അവിടെ വന്നിട്ട് വാതിൻ്റെ അവിടെ വന്ന് നിൽക്കും. മറ്റേ വേറൊരു കസിനുണ്ട് ഫെലിക്സിൻ്റെ വീട്ടിലുള്ള സാൻഡി ആണെങ്കിൽ മണി അടിക്കും. അവിടെ മണി ഇട്ടിട്ടുണ്ട്. മണി അടിച്ചു കഴിഞ്ഞാൽ അതിന് അപ്പി ഇടണം, മൂത്രം ഒഴിക്കണം എന്നുള്ള ലക്ഷണമാണ്. അപ്പോൾ അന്നേരം തുറന്നിട്ടിട്ട് മൂത്രം ഒഴിച്ച് അപ്പിട്ടിട്ട് പുള്ളിക്കാരി തിരിച്ചിങ്ങ് കയറി വരും. രണ്ടുപേരും നല്ല ഫ്രണ്ട്ലിയാണ്.